നായകളെ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കാം. നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ്. പണ്ട് മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ പാട്ടും പാടി ഇരുന്നാൽ ഇങ്ങനെയാവും ഹനാനെ എന്ന് പറയുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഹനാൻഷി പറഞ്ഞതിൽ തെറ്റുണ്ട്. എല്ലാ ഉസ്താദുമാരും അങ്ങനെയല്ല. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ പരസ്പരം റിയാക്ട് ചെയ്ത് കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ജനങ്ങൾക്ക് ഉണ്ട്. ഞാൻ ഇന്നലെ കമന്റ് വായിച്ചു. പലരും ഹറാമെന്നാണ് കരുതിയത് നായ. 100% പറയാണ് നായ ഹറാമല്ല. നായ നജസാണ്. അത് നായ തൊട്ടാ നജസാണ്. അത് നനവോടെ നമ്മൾ തൊടുകയാണെങ്കിൽ നമുക്ക് 7 വട്ടം കഴുകണം എന്നൊക്കെ നായ ഹറാമെന്ന് പറയുന്നവരോട് പറയാനുള്ളത് അത് നമ്മുടെ തെറ്റാണ്. നമ്മൾ നല്ല രീതിയിൽ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ മസാലയെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ഉസ്താദുമാരെ പെരടിക്കിടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഹനാൻഷി ഇന്ന് എത്രയോ നല്ല ഇൻഫ്ലുവൻസർ ആണ്. കാരണം അദ്ദേഹം കുടുംബത്തോടുള്ള വ്ളോഗും അദ്ദേഹത്തിന്റെ നിസ്കാരവും ആ നിലയൊക്കെ ഉപ്പായുടെ ഉപദേശവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു നല്ല ഇൻഫ്ലുവൻസർ ആണ്, വ്ളോഗറാണ്. ഇനി പറയാനുള്ളത് ബി പോസിറ്റീവ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ പരസ്പരം കുറ്റം പറയുന്നതിന് പകരം നല്ലത് പറഞ്ഞവരെ തെറ്റുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കാം. എത്രയോ യുവാക്കളാണ് ഇന്ന് ലഹരിയുടെ അടിമയിൽ പെട്ടുപോകുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണമെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് യുവാക്കളും നമ്മുടെ ഇടയിൽ വേണ്ടതുണ്ട്. നായ അന്യഗ്രഹ ജീവി ആയതുകൊണ്ടല്ല അതിനെ നജസാക്കി മാറ്റിയത്. നായ നജസാക്കി മാറ്റാൻ കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. നായയിൽ പല അണുക്കളുണ്ട്. ആ അണുക്കൾ നമ്മുടെ മേത്താവണ്ടെന്ന് വെച്ചുകൊണ്ടാണ് അതിനെ നജസാക്കി മാറ്റിയത്. ഇനി ഉസുറുണ്ടെങ്കിൽ കാവലിന് വേണ്ടി നായ വളർത്താം, അതിനൊരു കുഴപ്പമില്ല.